ട്രാവൽ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശാഖപട്ടണത്ത് ഞങ്ങൾ കഴിച്ച ഒരു ഉച്ചയൂണിനെ കുറിച്ചാണ്. ആ ഉച്ചയൂണിൽ നിന്ന് അതിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഏത് ദേശത്ത് പോയാലും ആ ദേശത്തെ ഏതെങ്കിലും ഒരു പ്രത്യേകതയെ തേടി നമ്മൾ പോകാറുണ്ട്. അന്ന് ഉച്ചയ്ക്ക് വിശപ്പ് വന്ന് വിളിച്ചപ്പോൾ നരേഷിനോടും ഡോക്ടർ അരുണിനോടും അവർ മാസങ്ങളായും വർഷങ്ങളായും അവിടെ ഉള്ളവരാണ്. ഇവിടെ എന്തെങ്കിലും ആഹാരക്കാര്യത്തിൽ പ്രത്യേകമായ ഒരിടമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് തൊട്ടടുത്ത് സുബയ്യാഗാരി എന്നൊരു ഹോട്ടലിനെ കുറിച്ച് അവർ പറയുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സുബയ്യാഗാരി ഹോട്ടൽ 1950 ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിലെ കാക്കനാട് എന്ന സ്ഥലത്ത് ജി സുബ്ബയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരംഭിച്ചതാണ് ഈ സുബയ്യാഗാരി ഹോട്ടൽ. അന്ന് ഈ ഹോട്ടലിൻ്റെ പേര് ശ്രീകൃഷ്ണവിലാസ് എന്നായിരുന്നു. വെറും 10 സ്റ്റാഫുകളാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് ഈ വിശന്ന് ബുദ്ധിമുട്ടുന്നവരോട് ഭയങ്കര അനുകമ്പ അദ്ദേഹത്തിന് കുടുംബപരമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെ ഇങ്ങനെ അദ്ദേഹം സഹായിച്ചു പോന്നിരുന്നു. चना दाल स्वीट्स ओके ब्रेड हलवा डबल का मिलता ब्रेड हलवा ओके ഹോൾ ഉണ്ടാക്കിയാൽ നെയ്യ് ഒഴിക്കും ഗീടലേക്ക് ऐसा घी घी लेमन राइस ओके बिरयानी जीरा राइस टोमेटो दाल दाल मैंगो कैरेट मैंगो कैरा कैप्सिकम काजू ओके सुबह का फेमस मूंग दाल सब्जी रेंडी पीनट फ्राई बरबटी बॉइल्ड फ्राई कुंदरू पकौड़ा पिकल गोंगूर पचड़ी क्या पचड़ी गोंगूर ഇവിടെ ചുമന്ന ചീരയുണ്ട് അതാണ് അതിന്റെ പച്ചടിയാണ് പച്ചടി എന്ന് പറഞ്ഞാൽ അച്ചാറ്. അപ്പോൾ 1950 തുടങ്ങി പതുക്കെ അത് വികസിച്ച് 2018 ആകുമ്പോഴാണ് ഹൈദരാബാദിൽ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിറ്റ് തുടങ്ങുന്നത് 2018. അതിനുശേഷം ആന്ധ്രയുടെയും തെലങ്കാനയുടെയും അല്ലെങ്കിൽ മറ്റിടങ്ങളിലുമൊക്കെ പല ഹോട്ടലുകൾ സുബയ്യാഗാരി എന്ന പേരിൽ അവർ തുടങ്ങി. വിശാഖപട്ടണത്തുള്ള സുബയ്യാഗാരി എന്ന് പറഞ്ഞ ഫേമസ് ഹോട്ടലിൽ നിന്ന് നമ്മളൊരു ഉച്ചഭക്ഷണം കഴിക്കുക. ഇപ്പം തന്നെ 17 ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട്. 17 ഐറ്റംസ് എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ. 17 ഐറ്റംസ്. കൂടുതൽ വിവരങ്ങൾ കഴിച്ചതിന് ശേഷം പറയാം. വിശപ്പൊന്ന് മാറിയിട്ട്. പ്രധാനമായും അവർ ഊണാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനെ ബുട്ടഭോജനം എന്നവർ വിളിക്കാറുണ്ട്. ബുട്ട എന്ന് പറയുന്നത് ബാസ്ക്കറ്റ്. അത് തുടങ്ങുന്ന കാലത്ത് ആന്ധ്രാഭോജനത്തിന് പ്രധാനമായിട്ടും ഈ വാഴയിലയിൽ ആണ് വിളമ്പാറുള്ളത്. നല്ല വാഴയില കൊണ്ട് കഴുകി വൃത്തിയാക്കി അതിലോട്ടാണ് ഇത് വിളമ്പാറുള്ളത്. ഏകദേശം 33 മുതൽ 37 ഐറ്റംസ് വരെ നമ്മുടെ മുമ്പിലേക്ക് ഈ ആന്ധ്രാഭോജനത്തിൻ്റെ ഭാഗമായിട്ട് സുബയ്യാഗാരി ഹോട്ടൽ വരും. അതവിടെ ട്രഡീഷൻ്റെ ഭാഗമാണ്. ബുട്ട ഭോജനം എന്നുകൂടി ഇതിനെ പറയും. ബുട്ട എന്ന് പറയുമ്പോൾ ബാസ്ക്കറ്റ്. ഈ വാഴയിലിൽ ഇത് പൊതിഞ്ഞ് കെട്ടി ഒരു ബാസ്ക്കറ്റ് പോലെ ഒരു കെട്ടുപോലെയാണ് അന്നൊക്കെ ഇത് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ഇതിന് ബുട്ട ഭോജനം എന്ന പേര് വന്നത്. क्या for? दाल पर ओ बीटरूट आचार ओ आचार दाल अच्छा
फुल मिक्स करने का नहीं आधा राइस आधा हाँ ये करी पत्ता राइस करी पत्ता കറിവേപ്പില ഇല്ലേ हाँ അതിന്റെ പൊടി ഉള്ളി ഇഞ്ചി हाँ। इसमें इसमें प्लेन से വളരെ സ്നേഹത്തോടെ ഒരാളെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലല്ല ഞങ്ങളെ സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു സ്വന്തം ബന്ധുക്കളുടെ കൂട്ട് വളരെ ചിരിച്ചുകൊണ്ട് വളരെ പ്ലസൻ്റ് ആയിട്ട് നമ്മളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ചെല്ലുമ്പോൾ തന്നെ 2 ബുദ്ധപ്രതിമകൾ അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട്. ആ ബുദ്ധപ്രതിമകളുടെ മുഖത്തെ ആ ഒരു ഐശ്വര്യം കണ്ടുകൊണ്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പോകാം. അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ദാലും ഈ പൗഡറിന്റെ പേരെന്ത് കാന്തിപ്പൊടി കന്തിപ്പൊടി അതിൻ്റെ അകത്ത് എന്തൊക്കെയാ ചേർക്കുന്നത്? ആ നമ്മുടെ ഇഡ്ഡലി പൗഡർ എന്ന് പറയുന്ന പോലെ മാങ്കോ. ഇത് കറിവേപ്പില പൗഡറാണ്. കറിവേപ്പിലയും മസാല എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത്. അതിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. ആ സാമ്പാർ മാംഗോ രസം. ഓ അച്ഛാ മാംഗോ രസം. ഇത് പുളിശ്ശേരി മോര് കടി. റിസപ്ഷനിൽ ഇരിക്കുന്നവരായാലും അത് വിളമ്പാൻ വന്ന ചിട്ടിയാണെങ്കിലും എല്ലാവരും ആ ഒരു സ്നേഹ സ്വഭാവം നമുക്കായിട്ട് പകർന്നു തന്നു. അല്ല കട്ടി തൈര് പ്ലെയിനായിട്ട് അങ്ങോട്ട് ഒഴിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ഈ ചൂടുണ്ടല്ലോ, ഉള്ളിലേക്ക് പോയ ചൂട് എരിയും മൊത്തം ഇപ്പം തണുക്കാൻ പോവാണ്. जीरा बटर मिल्क. आपका नाम? चिट्टी है? चिट्टी चिट्टी. विशाखापट्टनम में रहता है. आपका गांव किधर है? विजयनगर में. नाम चिट्टी. ജി സുബയ്യയിൽ നിന്ന് ഇപ്പോൾ കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ ജി ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഒന്നിൽ അദ്ദേഹത്തിൻ്റെ മകനാകാം, അല്ലെങ്കിൽ ആ പരമ്പരയുടെ ഭാഗമാണ്. എന്തായാലും നമ്മൾ സാധാരണ കേരള തനിമയിലെ ഭക്ഷണങ്ങൾ കഴിച്ച് ശീലിച്ചവരാണ്. ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ അവരുടേതായ ഭക്ഷണ രീതികളും ഭാഷാരീതികളും ഒക്കെ തിരിച്ചറിഞ്ഞു പോരുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ആന്ധ്ര ഭോജനം എന്ന് പറയുന്നത് ആന്ധ്ര സംസ്കാരത്തിൻ്റെ തനിമയിലുള്ളതാണ്. കേരള സംസ്കാരത്തിൻ്റെ തനിമയിൽ നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്നത് പോലെ ആണ് ഈ ഭോജനം. തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഭോജനം. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഏറ്റവും പ്രകടമായി തോന്നിയ ഒരു സ്നേഹത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ളതല്ല അവരുടെ ഒരു രീതി. നമ്മളെ കൂടെ ഇരുത്തി നമ്മുടെ അടുത്തു നിന്ന് അവിടെ 20-24 ടേബിളുകളുണ്ട്. 2 ടേബിളിന് ഒരാൾ വെച്ചാണ് ഈ കാര്യങ്ങൾ സെർവ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഹോട്ടലിൻ്റെ നടുക്ക് 6-7 ടേബിളുകൾ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അലമാര പോലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഈ ആഹാരം വിളമ്പാനുള്ള ആഹാരങ്ങളെല്ലാം കിച്ചണിൽ നിന്ന് അവിടെ കൊണ്ടുവെക്കും ചൂടോടെ. വിളമ്പുന്ന സമയത്ത് ഇത് ഇന്നതാണ് ഐറ്റംസ് എന്ന് നമ്മളോട് പറഞ്ഞു തരും. എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞു തരും. അങ്ങനെയൊക്കെയാണ് ഈ ഹോട്ടലിൻ്റെ മുന്നോട്ടുള്ള യാത്ര. നമുക്ക് ഒരു സംശയം ചോദിച്ചാൽ അവർ കൃത്യമായി വളരെ ക്ഷമയോടെ ഒന്ന് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്കിത് എന്താണെന്ന് പോലും അറിയില്ലല്ലോ. ഇതിനെ പൂർത്തിയാക്കാത്ത ഒരാളിവിടെ ഉണ്ട്. ഇനിയും വേണ്ട ചില കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡോക്ടർ, ഇന്നത്തെ ഈ ഭക്ഷണത്തെക്കുറിച്ച് 2 വാക്ക് പറയാമോ? 2 വാക്ക് പറയാൻ പറ്റുന്നില്ല. ശരി, ഓക്കെ. പാൻ ഓക്കെ. സുബയ്യഗാരി ഹോട്ടലിലെ ആന്ധ്ര ഭോജനത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ, ഇത്രയും വിഭവങ്ങൾ ഒരു ഇലയിലേക്ക് വിളമ്പിയതിന് ശേഷം ഇതിന് എത്ര രൂപയാണ് എന്ന് നമുക്ക് തോന്നാം. തീർച്ചയായും 250 രൂപയാണ് ഒരു ഇലയ്ക്ക് ചാർജ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ, പാഴ്സലായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ആന്ധ്ര ഭോജനം, ഈ സുബയ്യഗാരി ഹോട്ടലിലെ ആഹാരം 3 പേർക്കും 4 പേർക്കെങ്കിലും കഴിക്കാവുന്ന
അത്രയും അവർ അതിനകത്ത് പൊതിഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിവരം കൂടി കിട്ടിയത് ഞാൻ പങ്കുവെക്കുക. ഏകദേശം 33 ഐറ്റംസ് ആണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഒരു മനുഷ്യന് കഴിക്കാനും വിശപ്പ് മാറാനും ഒക്കെ ഇത്രയൊക്കെ വേണോ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ എപ്പോഴും ഇല്ലാതെ വല്ലപ്പോഴും നമ്മളിങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതൊന്ന് അറിയാൻ വേണ്ടി വരുന്നതാണ് കൂടുതൽ. പക്ഷേ ഈ നാട്ടിലുള്ള ചില ആൾക്കാർ ഇത് കഴിക്കാനായിട്ട് ദൂരെ നിന്ന് വരെ ഇവിടെ വരുന്നുണ്ട്. ഏകദേശം ഞങ്ങളുടെ 4 സുഹൃത്തുക്കൾ ഇത് കഴിക്കുകയും മാക്സിമം നമ്മൾ കഴിക്കാൻ നോക്കിയിട്ടുണ്ട്, അതിൻ്റെ അറിയാൻ വേണ്ടി ഒരു ഐറ്റം പോലും മാറ്റി വെക്കാതെ. അപ്പോൾ ഞങ്ങൾക്ക് അവസാനം തന്നതാണ് ഇത്. വെറ്റയും ഈ സംഭവമൊക്കെ തന്നു. ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചർവണം നടത്തി ചെറിയ ഒരു മധുരമൊക്കെ ഉണ്ടാവും. പ്രാവശ്യം ദിശാവണ്ണത്ത് വന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് വരാൻ പറ്റിയത്. അതിനെന്നെ പ്രേരിപ്പിച്ച ഒപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഷാബേലിനും ഡോക്ടർ അരുണിനും നരേഷിനും ഒക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിത് ചവയ്ക്കാൻ പോകും. ഈ വീഡിയോ കേരള പോകുന്നുണ്ട്. आपका नाम? ശ്രീനു. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കണ്ട. ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും പിന്തുണയാണ് ഈ യാത്രയെ നയിക്കുന്നത്. താങ്ക് യു. എന്തായാലും സുബയ്യാഗാരി ഹോട്ടലിലെ അനുഭവം വളരെ മികച്ചതായിരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴെങ്കിലും ആന്ധ്രയിൽ പോകുമ്പോൾ, തെലങ്കാനയിൽ പോകുമ്പോൾ ഈ സുബയ്യാഗാരി ഹോട്ടലിലോ അല്ലെങ്കിൽ അതുപോലുള്ള ആന്ധ്രാഭോജനം കിട്ടുന്ന, മികച്ച രീതിയിലുള്ള ആന്ധ്രാഭോജനം കിട്ടുന്ന ഹോട്ടലുകൾ സന്ദർശിക്കാൻ മറക്കണ്ട. കാരണം അതൊരു അനുഭവമാണ്.